എന്നെ പോലൊരാളിനെ നിങ്ങൾക്കിനി ഒരിക്കലും കിട്ടില്ല. എന്റെ മൂക്ക് കൊള്ളൂലാന്നും കണ്ണു കൊള്ളൂലാന്നും ചുണ്ടുകൾ കൊള്ളൂലാന്നും ഒക്കെ പല വെണ്ടികളും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്ന ഒരാളിനെ ഈ ഭൂലോകത്ത് ഈ ലോകത്ത് ആരും ഇനി പറഞ്ഞായിരിക്കില്ല. വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ ഞാൻ എറിയും നിന്നെ. ഞാൻ ഇത്രയും വളരെ ലളിതമായിട്ടാണ് കുട്ടികളെ പറഞ്ഞു തരുന്നത്. അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് മറുപടി കൊടുക്കുമ്പോൾ കുറച്ച് നമ്മളൊന്ന് ഭാഷ ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. ആ നിന്ന് പറയുന്ന ആൾക്ക് തോന്നിയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ ആയും മായും പൂവൊക്കെ പറയുന്ന ഒരാളുടെ അടുക്കൽ അതേ ഭാഷയിൽ എത്തിയാലേ അയാൾക്ക് മനസ്സിലാവത്തുള്ളൂ. നിനക്ക് ഏത് ഭാഷയാണോ ഉപയോഗിക്കാൻ അറിയുന്നത് അതേ ഭാഷ തന്നെ ഞാനും ഉപയോഗിക്കുന്നത്. കാരണം ആ ആൾക്ക് അതേ അറിയുള്ളൂ. അപ്പൊ ആ ആളിന്റെ ലെവലിലേക്ക് ഞാൻ എത്തണ്ടേ? തിങ്ക്. എൻ്റെ എല്ലാ വീഡിയോസുകളും ഞാൻ യൂട്യൂബ് ചാനലിലിടുന്ന, ഞാൻ ഇങ്ങനെ പറഞ്ഞിടുന്ന എല്ലാ വീഡിയോസുകളും ഓരോരുത്തരും കൊണ്ടുപോയി എന്നെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു എന്ന് പറഞ്ഞു തീർത്ത് അവരോരോരുത്തരും പരിഹാസി കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും യുവാക്കൾക്കിടയിൽ ഇപ്പോഴും ഒരു വികസനം വരാത്ത പ്രാകൃതരായിട്ടുള്ള മനുഷ്യരാണ് ജീവിക്കുന്നത്. മണ്ടരും ഒക്കെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും ഒരു പുതു ജീവിതം ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ കേരളത്തിൽ പ്രാകൃതരായിട്ടുള്ള മനുഷ്യരാണ് ജീവിക്കുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സ്റ്റോക്ക് ഓഫ് ദി ടൗൺ. എൻ്റെ പേര് അലിൻ ഷാ എന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് നാഗസൈരന്ദ്രി ദേവിയുടെ വീട്ടിലാണ്. നമസ്കാരം. നമസ്കാരം. ഒരു സാധാരണ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്ന് നാഗസൈരന്ദ്രി എന്ന് പറയുന്ന ഒരു മാറ്റം എങ്ങനെയാണ് ശരിക്കും? ആ ഒരു മാറ്റം എങ്ങനെയാണ് വരുന്നത്? നമുക്ക് എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കാണ് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നത്. എനിക്ക്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു അതൊക്കെ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പോകുന്നത്. ഇപ്പോഴും അന്നും ഇന്നും എന്നും ഒരേ ലെവലിൽ തന്നെ പോകുന്നത്. പിന്നെ ഓരോ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ഓരോ കാലങ്ങൾ, നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മളിൽ എന്താ, ഞാനത് പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയില്ല. ഒരു കുഞ്ഞ് തിരിച്ചറിവുകളുണ്ടാവും. ആ തിരിച്ചറിവല്ലാതെ അത് നമ്മുടെ ഉള്ളുകൊണ്ടുള്ള തിരിച്ചറിവുകളാണ്. പുറമേ കാണുന്ന അത് അറിവുകളാണ്, വ്യക്തികളിലൂടെ പോകുന്ന അറിവുകൾ, മനുഷ്യൻ്റെ ലോകം. ചിലർക്കിത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അത്ര ഒരു ഇത് വരാറുണ്ട്, ആ ഒരു മാറ്റം. എനിക്ക് കുറച്ച് അന്നും ഉണ്ടായിരുന്നു. എല്ലാം സ്വന്തമായിട്ട് അന്നും ഇന്നും ഒക്കെ ഒരുപോലെ. എനിക്ക് അന്നും ഇന്നൊക്കെ ഒരുപോലെ. എനിക്കത് വിശദീകരിക്കാനൊന്നും ഞാൻ എവിടെയോ വായിച്ചതാണ്, ശരിയാണോ എന്നറിയില്ല. അതായത് പഠിക്കാൻ ഒക്കെ മിടുക്കായിരുന്ന ഒരാളാണ്, പിന്നെ ഒരു മാറ്റമാണ് ഉണ്ടായത് എന്നൊക്കെ. അത് മിടുക്കുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് പുസ്തകം പഠിക്കണമെന്ന് ആയിരുന്നില്ല. പുസ്തകം പഠിക്കാനായിട്ട് എൻ്റെ പൊന്നു കുഞ്ഞ് ഞാൻ തീരെ മണ്ടിയായിരുന്നു. പുസ്തകത്തിലൂടെയുള്ള പഠിത്തത്തിലൊക്കെ എനിക്ക് 0 മാർക്കുകളായിരുന്നു കിട്ടിയത്. വട്ട 0. ഞാൻ 10ാം തരമൊക്കെ തോറ്റു പഠിച്ചൊരു കുട്ടിയാണ്. അതായത് മനുഷ്യർ പറയത്തില്ലേ ജയം തോൽവി, മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ ഞാൻ തോറ്റു തന്നെ പഠിച്ച ഒരാളാണ്. പക്ഷെ എനിക്കത് തോൽവിയായിട്ട് തോന്നുന്നില്ല. അന്നും തോന്നുന്നില്ല, ഇന്നും തോന്നുന്നില്ല. അന്ന് തോൽവിയായിട്ട് മനുഷ്യരൊക്കെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു. 10ാം തരത്തിൽ തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുമ്പോൾ ഇങ്ങനെ വേദനിപ്പിക്കും. ഇനി എൻ്റെ ജീവിതം പോയി, 10ാം ക്ലാസ് ജയിച്ചില്ലെങ്കിൽ എങ്ങും എത്തത്തില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചേട്ടാ എങ്ങും എത്തത്തില്ല, ഇനി എവിടെ എത്താനാ സ്വയം ചോദിക്കുമായിരുന്നു. അന്നേ ഞാൻ അങ്ങനെയാണ്. അന്ന് എൻ്റെ 10ാം തരത്തിലെ SLC ബുക്കിലെ
എൻ്റെ സിഗ്നേച്ചർ ഒപ്പ് തന്നെ ഓം ഇങ്ങനെ ഇത് ഇങ്ങനെ വരച്ച് കുരിശിട്ട് ചന്ദ്രക്കല ഇട്ടൊരാളാ. അത്ര ധൈര്യമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? പ്രധാന അധ്യാപിക ഇത് കണ്ടിട്ട് എന്നോട് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ ഒപ്പ്? ഞാൻ പറഞ്ഞു അതെ, ഇത് തന്നെയാണെന്ന്. ഞാൻ മാറ്റിയില്ല. അങ്ങനെ എൻ്റെ ഒപ്പ് ഇട്ടതാ. ആർ, എനിക്കത് ഒപ്പ് മറന്നുപോയി. അതായത് IRRD എന്നോ മറ്റോ ആണ്. അതായത് അമ്മ എന്ന് പറയുന്ന ആളുടെ ഇന്ദിര, രാജു, സഹോദരൻ എന്ന് പറയുന്ന വ്യക്തി രാംരാജ്, ദിവ്യരാജ്. അത് എനിക്കിപ്പോ കൃത്യമായിട്ട് അറിയില്ല. അതിൻ്റെ അടി അങ്ങനെ ഞാൻ എഴുതിയിരുന്നു. അടിയില്ല, അതായത് ഇങ്ങനെ അതിൻ ഓം കുരിശ് ചന്ദ്രക്കല. അപ്പൊ ഈ അക്ഷരങ്ങൾ അടിയിലിട്ട് അത് മതസൗഹാർദ്ദം എന്നുള്ളതാണ് അന്നും നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ? മതസൗഹാർദ്ദം ഒന്നും എനിക്ക് അന്ന് മതസൗഹാർദ്ദം എന്തുവാന്ന് പോലും എനിക്കറിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ, അതിൽ നിന്ന് നമുക്ക് കരകയറാൻ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു മാർഗമാണോ അത്? ഇത് മാർഗമൊന്നുമല്ല, സിമ്പിൾ കാര്യമാ. മോൻ ഇന്ന് പോയി വീട്ടിൽ ചെന്നിട്ട്, വീട്ടിലോ എവിടെയോ ചെന്നിട്ട് സ്വസ്ഥമായിട്ട് ഇപ്പോഴായാലും മതി, കുറച്ചു നേരം ഒന്ന് പുസ്തകത്തിന്റെ ലോകത്തു നിന്നും ഇതിന്റെ ലോകത്തു നിന്നും ജോലി ചെയ്തോളൂ. ഇത് മോൻ ചെയ്യുന്നതൊക്കെ ചെയ്തോളൂ. ഇത്തിരി നേരം എന്നും കുറച്ചു നേരം ഒന്ന് മാറ്റിവെക്കുക. എന്നും മാറ്റിവെക്കണം, നിരന്തരം. അതിനെയാണ് ചിലർ പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കില്ലേ? അത് ശബ്ദം ഉണ്ടാക്കി പ്രാർത്ഥിക്കും, ചിലർ മനസ്സിൽ പ്രാർത്ഥിക്കും. പിന്നെ ഈ ആത്മീയ ആചാര്യന്മാരൊക്കെ പല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ ചിലർക്ക് പ്രാർത്ഥനയില്ല, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചിലർ പ്രാർത്ഥിക്കാറില്ല, ചിലർ പ്രാർത്ഥിക്കും. ചിലർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഞാനിങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിനെ എനിക്ക് അതൊക്കെ ഓരോരുത്തരും ഓരോ രീതിയാ കുട്ടികളെ. ഇപ്പോഴും കുറേ ആളുകൾ സ്പിരിച്വാലിറ്റി പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ചിലർക്ക് ഈ കാൽപാദത്തിൽ നിന്നായിരിക്കും സ്പിരിച്വാലിറ്റി ഉണ്ടാകുന്നത്, ചിലർക്ക് ഇവിടെ നിന്നായിരിക്കും, ചിലർക്ക് കണ്ണായിരിക്കും, കാതായിരിക്കും, മൂക്കായിരിക്കും, നാവായിരിക്കും, തൊണ്ടയായിരിക്കും, ഹൃദയം, വയറ്, അതുപോലെ ഉള്ളിലെ അവയവങ്ങൾ, ചിലപ്പം മൂലം, ഗുദമെന്ന് പറയും, ചിലപ്പോൾ യോനി, ലിംഗം, ഓരോരുത്തർക്കും. അതുപോലെ ഇതിൻ്റെ അകത്തെ ഓരോ തൊലി, കൈവിരൽ, ഈ ഹസ്തരേഖ എല്ലാം പല രീതിയിലൂടെയൊക്കെ ആയിരിക്കും. ചിലർക്ക് വെളിയിലുള്ള പ്രപഞ്ചം, സൂര്യൻ, ചന്ദ്രൻ, അങ്ങനെ മൃഗങ്ങൾ, പക്ഷികൾ, പലർക്കും പല രീതിയിലായിരിക്കും ഇങ്ങനെ ഓരോ തിരിച്ചറിവുകൾ കിട്ടുന്നത്. നമുക്കത് വർണ്ണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെയാണ് ഓരോരുത്തരും എഴുതിയും പറഞ്ഞു ഒക്കെ വയ്ക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് പറയുന്നില്ലേ, അത് ആളുകൾ കേൾക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അവരത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഓരോ വ്യക്തികളും തന്നെ ഇരുന്ന് ഒന്ന് ഒറ്റയ്ക്കിരുന്ന് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി ചെല്ലും. അത് കറക്റ്റ് തന്നെയാണ്. ഈ നാഗസൈരന്ധ്രി ദേവി എന്നൊരു പേര്, അത് എവിടെ നിന്നാണ് ഈ ഒരു പേര് വരുന്നത്? ആക്ച്വലി ഞാൻ സ്വന്തമായിട്ട് ഇട്ട പേര്, എനിക്ക് ഞാൻ ഇട്ട് പേര്. ആ ഒരു പേര് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമൊന്നുമില്ല കുട്ടി. എൻ്റെ ഉള്ളിൽ ഈ പേര് ഇടണമെന്ന് എനിക്ക് ഉത്ബോധം തോന്നി, അതിട്ടു. ഇനി ആരും ആ പേര് എന്നെ വിളിച്ചില്ലെങ്കിലും എനിക്ക് ആ പേര് ഓക്കെയാണ്. പക്ഷെ ഇനി മോൻ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഇട്ടതെന്ന് ചോദിച്ചില്ലേ, അപ്പോൾ ആ പേര് തന്നെ കുട്ടി എന്നെ ഇട്ട് വിളിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ആ പേരെങ്ങനെ ഇട്ടു എന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അല്ലാതെ നാഗച്ചേച്ചി എന്ന് വിളിച്ചാൽ നാഗസൈരന്ധ്രി ദേവി എങ്ങനെ വന്നു എന്ന് മോനൊട്ടും അറിയാൻ കഴിയില്ല. അപ്പോൾ എന്നെ എന്ത് ചെയ്യണം? നാഗച്ചേച്ചി എന്ന് വിളിക്കാതെ ദിവ്യ നാഗസൈരന്ധ്രി ദേവി എന്നോ, അല്ലെങ്കിൽ നാഗസൈരന്ധ്രി ദേവി എന്നോ, അല്ലെങ്കിൽ നാഗാദേവി എന്നോ വിളിച്ചാൽ മാത്രമേ
ഈ പേരെങ്ങനെ വന്നു എന്നറിയാൻ പറ്റുള്ളൂ. മോൻ്റെ പേരെന്താ? അലിൻ അലിൻ അലിൻ. 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 അതെ. അലിൻ ആരിട്ട പേര്? എൻ്റെ പേരൻസ് ആണ്. പേരൻസ് ആണ് ഇട്ടത്. അവരിട്ട പേരാണ്. മോൻ സ്വന്തമായിട്ടൊരു മേൽവിലാസം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. മേൽവിലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷണൽ പേര് ഉണ്ട് സ്വന്തമായിട്ടൊരു പേര്? ഇല്ല. അച്ഛൻ്റെ അമ്മയുടെയും പേരിന്റെ ഉടമയായിട്ട് മാത്രം കഴിയുക. സ്വന്തമായിട്ടൊരു മേൽവിലാസം ഇല്ല, സ്വന്തമായിട്ടൊരു പേരിട്ടിട്ടില്ല, യാതൊന്നുമില്ല. എനിക്ക് പക്ഷെ അതല്ല, അച്ഛനും അമ്മയും അവരിട്ട പേരുമുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു പേരുമുണ്ട്, ഞാൻ സ്വന്തമായിട്ടൊരു പേരും ഇട്ടിട്ടുണ്ട്. രണ്ടും എനിക്ക് ഒരുപോലെയാണ്. എന്നാൽ എപ്പോഴും എനിക്ക് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ പേരിന് അതാണ് എനിക്കതാ. മറ്റവരുടെ പേരിനെ അവഗണിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്കെപ്പോഴും ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ അതാണ് എനിക്ക് ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടുന്നത്. ഈ ദിവ്യ എന്നുള്ള ഒരു പേരിൽ നിന്നും നാഗസൈരന്ധ്രി ദേവി എന്നൊരു പേരിലേക്കൊരു മാറ്റം വന്നപ്പോൾ സ്വയം എന്താണ് തോന്നുന്നത്? ഒരു ഉള്ളിലുള്ളൊരു ഫീലിംഗ് എന്താണ്? പ്രത്യേകിച്ചൊരു ഫീലിംഗ് ഒന്നുമില്ല. പലരും ആ പേര് വിളിക്കാൻ മടിക്കും, ചേച്ചിന്ന് വിളിക്കും. ഞാൻ അവരോട് മിണ്ടൂല, സംസാരിക്കുക പോലുമില്ല. അവരുടെ ബന്ധം എനിക്ക് വേണ്ട. അവർ കരുതും അവരില്ലെങ്കിൽ ഞാനില്ല എന്ന്. തോന്നല. അവരെനിക്ക് വേണ്ട. യാതൊരു കൂട്ടുകെട്ടുമില്ല. എനിക്കിത് സർട്ടിഫിക്കറ്റിൽ ചേർക്കേണ്ട ആവശ്യം, ആരെങ്കിലും പറയും ഇത് നമ്മൾ സർട്ടിഫിക്കറ്റ് ചേർക്കില്ലെന്ന് പറയും. അപ്പൊ പലരും അങ്ങനെ പറഞ്ഞാൽ തന്നെ, ഇതുവരെ പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ തന്നെ ചേർക്കണ്ട. പക്ഷെ ലോകം മുഴുവൻ ഇപ്പൊ അതായിക്കഴിഞ്ഞു. എങ്ങനെ മാറ്റാൻ കഴിയും? ആ പേരിന്റെ ഉടമയായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞു. ഒരിക്കലും ആർക്കും അതിനെ തച്ചുടച്ച് കളയാൻ കഴിയില്ല. ഈ കുറച്ചു പേരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആ പേരിനെ മായ്ച്ചു കളയാൻ ഒരു ശക്തിക്ക് പോലും കഴിയില്ല. ഈ കുറച്ചു പേരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇതൊക്കെ തോന്നലുകളല്ലേ, നമുക്കുള്ളിൽ നമ്മുടെ സ്വയം തോന്നിയ കാര്യങ്ങൾ. ഈ തോന്നലുകൾ ശരിയാവണമെന്നുണ്ടോ? മോൻ ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലേ? വന്നില്ലേ? അതപ്പോ കൃത്യമായിട്ട് ഇവിടെ തന്നെ എത്തിയില്ലേ? തോന്നലും കൊണ്ട് അവിടെ ഇരുന്നതാണോ? നേരിട്ട് ഇവിടെ വന്നില്ലേ? അപ്പോൾ ഇത് യാഥാർത്ഥ്യമല്ലേ, റിയാലിറ്റി അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒന്ന് തോന്നുവാണ്. ആ തോന്നൽ വേറെ, റിയാലിറ്റി രണ്ടും ഏകദേശം എല്ലാം ഒരുപോലെയാണെങ്കിലും അത് റിയാലിറ്റിയാ കുട്ടി, സത്യമാണ്. മോനിപ്പോ എന്തൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട്? പറയാമോ? ഓപ്പണായിട്ട് പറഞ്ഞോളൂ. ഇല്ല, എനിക്കാണ് എന്താ പറയാ, എന്താ തോന്നുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ തോന്നുന്നില്ല. ഒന്നും തോന്നുന്നില്ല. ഞാൻ ഇതുവരെയും കാണാത്തൊരു വ്യക്തിനെ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ മീഡിയയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അറിയാൻ ശ്രമിക്കുവാണ് എന്താണെന്നുള്ളത് താങ്കളെ. അപ്പൊ ഇനി ആ തോന്നലുകളെല്ലാം തന്നെ യാഥാർത്ഥ്യങ്ങളാണ്. ജീവിച്ചിരിക്കുമ്പോൾ അതൊക്കെ തന്നെ യാഥാർത്ഥ്യങ്ങളാണ്. മോന് ജീവനുണ്ടോ? ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശ്വാസം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശ്വസിക്കുന്നുണ്ടോ? അത് തോന്നലാണോ? അത് ക്ലിയർ അല്ലേ? യാഥാർത്ഥ്യമല്ലേ? തോന്നലല്ലല്ലോ. ഇപ്പോ എന്താണ് ശരിക്കും ജീവിത മാർഗം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇപ്പോ നമുക്ക് നമ്മുടെ ഡെയിലി ആവശ്യങ്ങൾ കഴിഞ്ഞു പോകണമല്ലോ. നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണം, നമുക്ക് ഒരിടത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യണം. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നു പോകുന്നത്? ധാരാളം എടുത്ത് എനിക്ക് പോവാനായിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്. വിദേശത്ത് പോവാന്, സിനിമയില് ഒക്കെയും. എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കാൻ എനിക്കറിയില്ല. അഭിനയത്തിന്റെ ലോകത്തൊന്നും എനിക്ക് അഭിനയിക്കാൻ അറിയില്ല കുട്ടി. എനിക്ക് അറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്. ഇവിടെ ആളുകൾ വന്നപ്പോഴും ഞാൻ അവരോടും പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അപ്പൊ അവരെ അഭിനയിപ്പിക്കുകയല്ലായിരുന്നു ചെയ്തത്. നാഗാദേവിയുടെ രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടുണ്ടല്ല. എന്നോട് ചില കാര്യങ്ങൾ പറയും, അത് ഞാൻ അങ്ങ് പറയും. വീണ്ടും വീണ്ടും പറയാൻ വരും. പറയൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയും കുട്ടി എനിക്കത് പറ്റില്ല എന്ന് പറയും. കാരണം അവരെനിക്ക് ഒരു കാര്യം ഇങ്ങോട്ട് വെക്കുകയാണ്, ഇത് പറയൂ, ഇത് പറയൂ. എനിക്ക് അങ്ങനെ പണം വേണ്ട, അങ്ങനെയുള്ള പണം വേണ്ട. എനിക്കത് പറയാൻ എനിക്ക് കഴിയില്ല.
അഭിനയിക്കാൻ എനിക്ക് കുറേ നേരം അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക അങ്ങോട്ട് നടക്കുക, എനിക്കത് പറ്റില്ല. എന്നാ നിങ്ങൾ ഇപ്പോൾ ഒരു ക്യാമറ കൊണ്ടുവച്ച് ഇതൊരു കുഞ്ഞു സിനിമയാണ് അല്ലേ? ഇതാണ് ജീവിതത്തിൻ്റെ റിയാലിറ്റി. ഇപ്പം മോൻ ചോദിക്കുന്നില്ലേ ജീവിത ചിലവൊക്കെ. എൻ്റെ എല്ലാ വീഡിയോസുകളും ഞാൻ യൂട്യൂബ് ചാനലിലിടുന്ന, ഞാൻ ഇങ്ങനെ പറഞ്ഞിടുന്ന എല്ലാ വീഡിയോസുകളും ഓരോരുത്തരും കൊണ്ടുപോയി എന്നെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു എന്ന് പറഞ്ഞു തീർത്ത് അവരോരോരുത്തരും പരിഹാസി കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു കുഞ്ഞു വിഹിതം പോലും എനിക്ക് തരുന്നില്ല കുട്ടി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ രക്തവും മാംസവും എൻ്റെ ശബ്ദവും എൻ്റെ ഈ ജീവിക്കുന്ന ജീവനുള്ള ഈ ശരീരത്തെ മുഴുവനാണ് അവരോരോരുത്തരും കൊണ്ടുപോയിട്ട് വികൃതമാക്കിയും വികലമാക്കിയും അവരുടെ ഉള്ളിലുള്ള കോമാളിത്തരങ്ങൾ വെളിയിലേക്ക് പ്രകടിപ്പിച്ച് ഞാനാണ് കോമാളി എന്ന് വരുത്തി തീർത്ത് അവരാണ് ശരിക്കും കോമാളികളായി തീരുന്നത്, വിഡ്ഢികളായി തീരുക. എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്നത് വരുമാനം, അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഇത്തിരി കുഞ്ഞി കാശ് പോലും എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്നില്ല. എനിക്കിവിടെ ചിലവുകളുണ്ട്. അതെങ്ങനെ നടന്നു പോകുന്നേ അപ്പം എല്ലാ ദിവസ ചിലവുകളും ഒക്കെ? നിങ്ങളെപ്പോലെയുള്ളവർ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. എനിക്ക് വാഹനത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ള ഒരു ചാനലുകാർ വരുമ്പോൾ ഇതെന്നെ ഞാനൊരു തൊഴിലാക്കി മാറ്റിയേക്കുക. എനിക്ക് പൈസ തരാതെ ഞാൻ തരില്ല. എൻ്റെ ജീവനാണ്, ജീവിതമാണ്. നിങ്ങളത് കൊണ്ടുപോയി ഇങ്ങനെ പ്രദർശിക്കുമ്പോൾ ഒരു സിനിമ പോലെയാ. അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു കുഞ്ഞു വിഹിതമെങ്കിലും എനിക്ക് തരണമെന്ന് ഞാൻ ആദ്യമേ പറയാം. കാരണം എനിക്ക് യാത്ര ചെയ്യണം, ഡ്രൈവറിന് വാഹനത്തിന് പൈസ കൊടുക്കണ്ടേ, ഇവിടെ ഗ്യാസ് അതിന് ക്യാഷ് കൊടുക്കണ്ടേ, എത്രന്ന് പറഞ്ഞണ്ട വിറവ് വെച്ച് തീയരിക്കുന്നത്. മഴയൊക്കെ വന്നാൽ വിറക് വെച്ച് തീയരിക്കാനൊന്നും പറ്റില്ല. പറ്റും, പക്ഷെ അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കണമെങ്കിൽ തന്നെ ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അവിടെ പണം വേണ്ടി വരുന്നു. പണം ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ പറയും, ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഓരോ പുതു അറിവുകളും തിരിച്ചറിവുകളും കൊണ്ടുപോകുമ്പോൾ ഒരു കുഞ്ഞു കാശെങ്കിലും ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ എണ്ണയും തിരിയും വാങ്ങിക്കാനുള്ള കാശെങ്കിലും വെച്ചിട്ട് പോകുക. കാരണം വീഡിയോ എടുത്തുകൊണ്ട് പോയി എല്ലാവരും അവർക്ക് വാഹനം പുതിയ വാഹനം വാങ്ങിച്ചു, ഭൂമി വാങ്ങിച്ചു, കുട്ടികളെ പഠിപ്പിച്ചു, വലിയ വീടുകൾ വെച്ചു. നിങ്ങൾ നോക്ക്, ഇത് വല്ലതും വേണമെങ്കിൽ എടുത്തോളൂ. ഞാൻ ഇപ്പോഴും ഇങ്ങനെയാണ് ജീവിക്കുന്നത്. എപ്പോഴെങ്കിലും ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ കാശാക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിലൊരു വിഹിതം നിങ്ങൾ തരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും അവര് വിമർശിക്കുന്നു എന്ന് പറഞ്ഞും ഇല്ലാത്ത കുറ്റങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി, ഞാൻ ഇങ്ങനെ മുടി കെട്ടിയേക്കുന്നു, ഇങ്ങനെ ഇട്ടേക്കുന്നു, രുദ്രാക്ഷ, വെറുതെ ഓരോ കാരണങ്ങൾ അങ്ങ് പറഞ്ഞുണ്ടാക്കി കേരളത്തിൽ ഇത് നടക്കില്ല. എന്ത് നടക്കില്ല? രുദ്രാക്ഷം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല, കാവ്യം എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല, മുടി ഇങ്ങനെ കെട്ടാൻ പറ്റില്ല, ഇങ്ങനെ ചിരിക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും യുവാക്കൾക്കിടയിൽ ഇപ്പോഴും ഒരു വികസനം വരാത്ത പ്രാകൃതരായിട്ടുള്ള മനുഷ്യരാണ് ജീവിക്കുന്നത്. മണ്ടരും ഒക്കെയാ ജീവിക്കുന്നത്. ഇപ്പോഴും ഒരു പുതു ജീവിതം ഇങ്ങോട്ട് വന്നിട്ടില്ല ഈ കേരളത്തിൽ. പ്രാകൃതരായിട്ടുള്ള മനുഷ്യരാണ് ജീവിക്കുന്നത്. ഒരാളുടെ ഇഷ്ടത്തിന് ജീവിക്കാനോ കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ മുടി കെട്ടാനോ ഒന്നും പറ്റാത്തൊരു കാലഘട്ടത്തില് മനുഷ്യൻ കിടന്ന് നരകവേദന അനുഭവിക്കുക. അപ്പോഴാണ് നാഗാദേവി ഇങ്ങോട്ടൊന്ന് വന്നത്. നാഗാദേവി വന്നപ്പോൾ നാഗാദേവി വെറുതെ വിമർശിക്കുക. നമ്മളിവിടെ ജീവിക്കുന്നതിന് വിമർശനത്തിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, തർക്കത്തിൻ്റെ ആവശ്യമില്ല, വെല്ലുവിളിയുടെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല മക്കളെ. വെറുതെ പോയി ആരെങ്കിലുമൊക്കെ ഈ ഓരോ വിഡ്ഢികൾ പോയി ഓരോ ചാനൽ അങ്ങോട്ട് ഇടുക,
ആ ചാനലിട്ടിട്ട് ഞാൻ തത്സമയത്തിലോട്ട് ചെല്ലുമ്പോൾ തെറി എഴുതി വെക്കുക. സ്വാഭാവികമായിട്ട് 10 അക്ഷരം പഠിച്ചതുകൊണ്ട് അത് ഞാൻ വായിക്കാതിരിക്കില്ല. ആ വായിക്കുന്നതെടുത്ത് കട്ട് ചെയ്തിട്ട് ഓരോരുത്തരും ഓരോ ചാനലിലും കൊണ്ടിട്ടിട്ട് പറയാണ്, കണ്ടില്ലേ അവർ പറയുന്നത്, കേട്ടില്ലേ ഇവർ പറയുന്നത്. ആ എഴുതി വെച്ചവനെ ആരും കാണുന്നില്ല, നാഗാദേവിയാ കാണുന്നത്. ഞാൻ ആദ്യം ഇതൊക്കെ പറയട്ടെ. എന്നിട്ട് അതിൽ നിന്നും ആളുകൾ കൂട്ടത്തെ ഉണ്ടാക്കുക, അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുക, കഴിക്കുക. ഇവിടുന്ന് കഴിച്ച് ഇവിടോട്ട് ഇറങ്ങിയിട്ടില്ലേ അവരുടെ. ഇത്രയും വർഷക്കാലവും അങ്ങനെയായിരുന്നു ചെയ്ത്. എനിക്കിനി അത് പറ്റില്ല. അവരൊക്കെ തന്നെയും എനിക്ക് അതിൻ്റെ പണം തരണം, അല്ലെങ്കിൽ എല്ലാത്തിനും അതിൻ്റെ കൂലിയുണ്ട്. അത് അച്ചിട്ടാ കുട്ടി. ഞാൻ തമാശയല്ല പറഞ്ഞത്. അവരൊക്കെ തന്നെ അനുഭവിക്കും, 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 അനുഭവിക്കും. ഒരു സംശയം വേണ്ട. ഞാൻ ആദ്യം താങ്കളെ ആക്ച്വലി കാണുന്നത് നമ്മുടെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരായിട്ട് വരുന്ന കമന്റുകൾ ഉണ്ടല്ലോ, ഈ കമന്റുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ, അതേ ഭാഷയിൽ തന്നെ തിരിച്ച് ചുട്ട മറുപടി കൊടുക്കുന്ന ഒരു രീതിയിലാണ്. എവിടെ നിന്നാ കിട്ടിയ ധൈര്യം ആക്ച്വലി അതിന്റെ മുന്നിൽ വന്ന് ഇപ്പം എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ച് അതേ ഭാഷയിൽ തന്നെ, അല്ലെങ്കിൽ അതേ റെസ്പെക്റ്റോട് കൂടി തന്നെ തിരിച്ച് ചുട്ട മറുപടി കൊടുക്കും എന്നൊരു എല്ലാവർക്കും പറ്റത്തില്ല. അത് പലരും അത് ചിലപ്പോൾ കണ്ടില്ല എന്ന് വെക്കും, ചിലരത് ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെ താങ്കൾ ലൈവിൽ വന്ന് അത് കറക്റ്റായിട്ട് മറുപടി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ അതേ ഭാഷ തന്നെ തിരിച്ചു ഉപയോഗിച്ച്. അത് ധൈര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ധൈര്യമൊന്നുമില്ല. മോൻ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നില്ലേ, ഞാനിവിടെ ധൈര്യത്തോടെയാണോ? ധൈര്യം എന്ത് നമ്മളിങ്ങനെ മസിൽ പിടിച്ചുണ്ടാക്കുന്നത്? ചുമ്മാ ഇരുന്നങ്ങ് പറയാ. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എതിർ നിൽക്കുന്ന ആളും നമ്മളോട് അതുപോലെയാണ് സംസാരിക്കുന്നത്. നമ്മൾ എതിരെ നമുക്ക് ഒരാൾ ഉണ്ടെങ്കിലാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് എതിരാളിയില്ല. ഒരിക്കലും എനിക്കൊരു എതിരാളി ഇല്ല കുട്ടി. എനിക്കായിട്ടൊരു എതിരാളി ഇന്ന് വരെ ഈ ഭൂലോകത്ത് ഉണ്ടായിട്ടുമില്ല. ഞാനും കുട്ടി ഒന്നാണ്. നമ്മൾ ഒരിക്കലും എതിരാളികളല്ല. നമ്മൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എതിരാളിയെ സൃഷ്ടിക്കുകയാണ്. പക്ഷെ ഇത് അടുത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എത്ര മനോഹരമായിട്ട് നമ്മളത് പറയും. അപ്പോൾ നമുക്ക് എതിരാളി ഉണ്ടോ അവിടെ? ഇല്ല. എതിരാളി എപ്പോഴാണോ ഉണ്ടാവുന്നതെന്നറിയാം? തർക്കങ്ങൾ വരുമ്പോഴാണ് ഒരു എതിരാളി പുനർജനിക്കുന്നത്. ആണോ അല്ലയോ? നമ്മൾ ആരോടും തർക്കിക്കാൻ പോയില്ലെങ്കിലോ അവിടെ ഒരു എതിരാളി ഉണ്ടാകുമോ? ഇല്ല. ആ എതിരാളി ഇല്ലാത്ത ജീവിതം ആഹാ എത്ര മനോഹരമാണെന്നറിയാം. ശരിക്കും എനിക്ക് ചിരി വരുന്നു. ഇത് നിങ്ങൾ സീരിയസോട് കേൾക്കുന്നു, പക്ഷെ എനിക്കിത് പക്ക തമാശയാണ്. സത്യമല്ലേ മോനെ? നിങ്ങൾക്കിത് സീരിയസ് ആയിട്ടാ കേൾക്കുന്നത്. ഉള്ള ശുദ്ധമായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് വായി തോന്നിയതല്ലേ ഈ പറയുന്നത്. നിങ്ങൾക്ക് ഇത്ര സീരിയസ് ആയിട്ടാണ് കേൾക്കുന്നേ? സത്യമായിട്ട് പറ, നിങ്ങൾ സീരിയസ് ആയിട്ടാണ് കേൾക്കുന്നത്? ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതുപോലുള്ള കമന്റ്സിനൊക്കെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ നമുക്കത് കാണുമ്പോഴത്തേക്കും കുറച്ചു നേരം ചിരിക്കാം. നമ്മള് ചിരിച്ചോണ്ടാണ് അത് കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താങ്കൾ അതിന് മറുപടി കൊടുക്കുന്ന ഒരു രീതി, അതേ ഭാഷ തന്നെ തിരിച്ചു ഉപയോഗിച്ച് ചുട്ട മറുപടി കൊടുത്ത് ആ ആളുടെ വായങ്ങ അടപ്പിക്കും. ഓക്കെ, അപ്പൊ അത് കാണുമ്പോൾ ഞാൻ വായ അടപ്പിക്കുന്നില്ല കുട്ടി. അവിടെ പിന്നെയും ഇരുന്ന് സംസാരിക്കാമല്ലോ. എനിക്ക് ഒരാളുടെ വായ അടപ്പിക്കാൻ പറ്റില്ല കുട്ടി. നമുക്ക് അങ്ങനെ ചെയ്തുകൂടാ. അപ്പൊ മോൻ എൻ്റെ വായ അടപ്പിക്കാനൊന്നും പറ്റില്ല, എനിക്ക് മോൻ്റെയും വായ അടപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയാണ് നീ മിണ്ടരുതെന്ന് പറഞ്ഞാല് മോൻ മിണ്ടാതിരിക്കുവോ? ഇല്ല. എന്നെങ്കിലും ഒരു അക്ഷരം പറയില്ലേ? ഒരിക്കലും പറ്റില്ല. എൻ്റെ പൊന്നു മോനെ, ഞാൻ അങ്ങനെയൊന്നും പറയത്തുമില്ല. മോൻ തീർത്തും പറയത്തില്ലേ. ഇനി മോൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ എല്ലാം ലോകത്തൊന്ന് മാറി ഒന്ന് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേ എൻ്റെ പൊന്നുമോൻ ആരോടും പിന്നെ പറയില്ല മിണ്ടരുതെന്ന്. കാരണം അവരൊക്കെ മിണ്ടുന്നതാണ് എനിക്കിഷ്ടം. അത്ര നേരം എനിക്കിങ്ങനെ മൗനത്തിലിരിക്കാമല്ലോ, അത് തന്നെ രസം. നമ്മള് അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് മറുപടി കൊടുക്കുമ്പോ കുറച്ച് നമ്മളൊന്ന് ഭാഷ ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. നിന്ന് പറയുന്ന ആൾക്ക് തോന്നിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാന്?
ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ എനിക്ക് ആ ആളും ഞാനുമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ആ ആളും ഞാനുമായിട്ട് ഏകദേശം ഒരുപോലെയാ. അല്ലെങ്കിൽ ആ ആളെക്കാളും വലിയ ആളാകണമെന്നും എനിക്കില്ല. നീ അങ്ങനെ പറയുമ്പോൾ നീയും ഞാനും ഒരുപോലെയാണ്. എനിക്ക് ആരെയും ഇവിടെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നിന്നേക്കാൾ വലുതാണ് ഞാനെന്നും, അല്ലെങ്കിൽ നീ എന്നേക്കാൾ ചെറുതാണെന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. നീ ഏത് ഭാഷയാണോ ഉപയോഗിക്കുന്നത്, നിനക്ക് ഏത് ഭാഷയാണോ ഉപയോഗിക്കാൻ അറിയുന്നത്, അതേ ഭാഷ തന്നെ ഞാനും ഉപയോഗിക്കുന്നത്. കാരണം ആ ആൾക്ക് അതേ അറിയുള്ളൂ. അപ്പൊ ആ ആളിന്റെ ലെവലിലേക്ക് ഞാൻ എത്തണ്ടേ? തിങ്ക്. കായും മായും പൂവൊക്കെ പറയുന്ന ഒരാളുടെ അടുക്കൽ അതേ ഭാഷയിൽ എത്തിയാലേ അയാൾക്ക് മനസ്സിലാകത്തുള്ളൂ. പാണ്ഡിത്യമേറിയ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ അതുപോലെ എങ്ങാവും. ഞാനൊരു അവസരവാദിയാ, നല്ല ഒന്നാം തരം. തെറി വിളിക്കുന്നവന്റെ കൂടെ ആകുമ്പോൾ അങ്ങോട്ട് അങ്ങ് ചേരും. നല്ല സ്ട്രോങ് ആയിട്ടുള്ളവരാകുമ്പോൾ അങ്ങോട്ട്. അറിവില്ലാത്ത ഒരാളോടൊപ്പം എനിക്കും അറിവില്ല, അറിവുണ്ടെന്ന് നടിക്കുന്നവരോടൊപ്പം ചേരുമ്പോൾ അതുപോലെ തന്നെയാവും. മൗനിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അതുപോലെ മൗനിയാവും. ചിലപ്പം സംസാരിക്കും, ചിലപ്പോൾ സംസാരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഒന്നാം തരം ഒരു അവസരവാദിയാ. എനിക്ക് നന്നായിട്ട് നല്ല രസകരമായ സംസാരമായ കുട്ടികളെ ഞാൻ ഇട്ടുന്ന. ഇതിലൊന്നും പ്രത്യേക ഒരു ഒന്നുമില്ല. മനസ്സിലാവുക? എന്റർടൈൻമെന്റ് ആൻഡ് ജീവിതം. എന്നാൽ തമാശ മാത്രമല്ല, ഇതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തെയാണ് ഞാൻ ഇങ്ങനെ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്നത്. എന്നെപ്പോലൊരാളിനെ നിങ്ങൾക്കിനി ഒരിക്കലും കിട്ടില്ല. ഇത്രയും വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്ന ഒരാളിനെ ഈ ഭൂലോകത്ത്, ഈ ലോകത്ത് ആരും ഇനി പറഞ്ഞു തരില്ല. അല്ലേ? ശരിയല്ലേ മോനെ? വേറെ വല്ലവരുടെ അടുക്കൽ ചെന്നാൽ അവർ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്, അല്ലേ? ഞാൻ ഇത്രയും വളരെ ലളിതമായിട്ടാ കുട്ടികളെ പറഞ്ഞു തരുന്നത്. ഇനി പറഞ്ഞോളൂ. ഇപ്പൊ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആ ഒരു ദൈവാംശം എന്ന് പറയുന്ന ഒരു കാര്യം, അത് എന്താണ് താങ്കളിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്? ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് താങ്കളെ വ്യത്യസ്തയാക്കുന്ന ഈ ഒരു ദൈവാംശം എന്ന് പറയുന്ന ഒരു കാര്യം, അതെന്താണ് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? മോൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. ശക്തിയിൽ വിശ്വസിക്കുന്നു, അല്ലേ? ആ ശക്തി മോനു ഇല്ലേ? നമ്മുടെ ഉള്ളിലുണ്ട്. എല്ലാത്തിലും ഉണ്ട് ആ ശക്തി. ഏതൊന്നിലും ഉണ്ട്. ഇദ്ദേഹത്തിലുണ്ട്, ആ കുട്ടിയിലുണ്ട്, ഇതിലുണ്ട്. മൊബൈൽ, ഈ പുസ്തകം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തിനെയൊക്കെയാണോ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്, അവയിലൊക്കെ തന്നെയുണ്ട്. അത് നമ്മൾ അറിയാൻ ശ്രമിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇത്തിരി നേരം ഒറ്റയ്ക്ക് നിൽക്കുക, എല്ലാം ഉപേക്ഷിച്ചിട്ട്. ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് കളയുക എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കുറച്ചു നേരം ഒറ്റയ്ക്ക് നിരന്തരം അങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കൂ. എനിക്ക് മോൻ ദൈവത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, മോൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സത്യം നന്മയുമാണ് നമ്മളെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിലോട്ട് അടുപ്പിക്കുന്ന എനിക്കൊരാളെ സഹായിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതാണ് എന്നിലുള്ള ദൈവാംശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി എങ്ങും അന്വേഷിക്കണ്ട, ഞാൻ തന്നെയാണ് ദൈവം. പറഞ്ഞു നോക്ക്. അല്ല, സ്വയം പറഞ്ഞു നോക്ക്. ഞാൻ തന്നെയാണ് ദൈവം എന്ന്. അതിന് ജീവൻ വയ്ക്കും. അതാരാണ് ഇപ്പൊ പൊന്നിന് പറഞ്ഞു തന്നത്? പേര് പറയൂ. പൂർണ്ണമായിട്ട് ഉറക്കെ തന്നെ പേര് പറയും. ദിവ്യ നാഗസൈരന്ദ്രി ദേവി. ദേവി. ഇതുപോലെ വേറെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? വേറെ ആരും പറഞ്ഞു തരില്ല. പക്ഷെ ഞാനത് പൊന്നിന് പറഞ്ഞു തന്നു. വേറെ ആരും കുട്ടിക്ക് പറഞ്ഞു തന്നിരുന്നില്ല. അപ്പൊ ഇനി എങ്ങും തേടേണ്ടതില്ല. ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞു. എന്നേ ഉണ്ടായിരുന്നു അവിടെ. ഉണർത്താൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും ഉണർത്തി, അത് ഉണർന്നു.